എൻ്റെ പേര് ഷോയൽ സാബു. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ചെറുപ്പം തൊട്ടേ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കണം വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫിനാൻഷ്യലി നല്ല രീതിയിൽ തന്നെ ബാക്കൗട്ടായി. ഇപ്പം അതിൽ പിന്നെ ശേഷം എനിക്ക് എന്നായാലും വിദേശത്ത് പോയി പഠിക്കുക എന്നാലും ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ജർമ്മൻ നോക്കാൻ പോയായിരുന്നു. ജർമ്മനാണ് എനിക്ക് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. പിന്നെ ഇപ്പം ഇവിടെ എല്ലാം പഠിച്ച് ഇനി പുറത്തേക്ക് പോകേ നടക്കുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അമ്മ പറഞ്ഞു, നീ എന്നാലും ഇന്ന് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം കാണുമെന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് നല്ല മടിയായിരുന്നു വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ, അതേപോലെ പാലിക്കാൻ നല്ല മടിയായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്ന് ഉടമ്പടി എടുക്കുകയും അങ്ങനെ പറയുമ്പം 2024 ഓഗസ്റ്റ് 17-ാം തീയതിയാണ് ഞാൻ ഒന്ന് ഉടമ്പടി എടുത്തത്. അന്ന് പിറ്റേ ദിവസം രാത്രി തന്നെ സിംഗപ്പൂർ ഗവൺമെൻറ് ഗ്രാൻഡോടെ നമുക്ക് പഠിക്കേണ്ട അവസരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പം പക്ഷേ അതിനൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇൻ്റർനാഷണൽ ലെവൽ എക്സാം പാസ്സാവണം. അതെന്ന് പറയുമ്പം അങ്ങനെ എല്ലാവരും പാസ്സാവത്തൊന്നുമില്ല. ഞാനെന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് മാത്രമേ പഠിക്കത്തുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഇതിന് 75% കൂടുതൽ മാർക്കും A+, A, B+ ഗ്രേഡും ആയിരിക്കണം. എനിക്കെന്ന് പറയുമ്പം ജസ്റ്റ് 78% മാർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുമ്പം അപ്ലൈ ചെയ്യാൻ മാത്രം പറ്റും, അത്രേ ഉള്ളൂ. പാസ്സാവാൻ ഒരു തരത്തിലും ചാൻസ് ഇല്ല. എന്നിട്ട് അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ ഇതിനെ അപ്ലൈ ചെയ്തു. എന്നിട്ട് മാതാവ് എന്ന അവസരമായിരിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി തുടങ്ങി. ജനുവരി 22-നായിരുന്നു എക്സാം. മൂന്ന് പരീക്ഷ ഉണ്ടായിരുന്നു: ഇംഗ്ലീഷ്, മാത്സ്, ബയോളജി. ഇംഗ്ലീഷും മാത്സും എനിക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റി. പിന്നെ അതിനുശേഷം ബയോളജി ആയിരുന്നു. ബയോളജി എന്ന് പറയുമ്പം 100 മാർക്കിൻ്റെ എക്സാം ആയിരുന്നു. അതിലെനിക്ക് 1.5 മണിക്കൂറും കൊണ്ട് എഴുതി തീർക്കണം. എനിക്ക് 1 മണിക്കൂർ മൊത്തം എഴുതാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് തന്നെയായിരുന്നു സർവറിൻ്റെ പ്രശ്നം കാരണം എനിക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതിനുശേഷം അപ്പോഴത്തേക്കും വിചാരിച്ച് കയ്യിൽ നിന്ന് പോയി, ഇനി ഒന്നും നടക്കില്ല, പുറത്ത് അടുത്ത് എന്നാലും നടക്കില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ കാശ് രൂപ കൈപിടിച്ച് നന്നായിട്ട് മാതാവിനെ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു. മാതാവിനെ വിശ്വസിച്ച് മാത്രമാണ് ഞാൻ എന്നായിരുന്നു ഈ പരീക്ഷയ്ക്ക് ഇറങ്ങിയത്. മാതാവ് എനിക്ക് തരാണ്ടിരിക്കല്ലേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് അതിന് ഫലമായി അപ്പോഴത്തേക്ക് ബാക്കി 1/2 മണിക്കൂർ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അരമണിക്കൂറുള്ള സമയത്ത് ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ സർവറെല്ലാം ഓപ്പണായി വന്നു. അതിനുശേഷം അപ്പോഴത്തേക്ക് എഴുതാൻ തുടങ്ങി. 100 മാർക്കിന് എഴുതാൻ കിടപ്പുണ്ട് എനിക്ക്. അപ്പോഴത്തേക്ക് അരമണിക്കൂറിൻ്റെ ഞാൻ എഴുതാൻ പറ്റുന്നത്ര എഴുതി. പക്ഷേ എഴുതുന്ന കുറേ തെറ്റൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി 30 മാർക്കിൻ്റെ കൂടെ ബാക്കി എഴുതാനുണ്ടായിരുന്നു എനിക്ക്. അതെനിക്ക് എഴുതാൻ പറ്റിയില്ലായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പായി 30 മാർക്കിന് എഴുതിയിട്ടില്ല. അത് ഇൻ്റർനാഷണൽ ലെവലിൽ 30 മാർക്കിനുള്ളത് എഴുതിയിട്ടില്ലെന്ന് പറയുമ്പോൾ എന്നാലും കിട്ടാൻ പോകുന്നില്ല. അത്ര എനിക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് അമ്മയെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ കൃപാസനം വന്നപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഡിസംബർ 7-ാം തീയതി ഉടമ്പടി പുതുക്കിയായിരുന്നു. മാർച്ച് 6-ാം തീയതി എൻ്റെ റിസൾട്ട് വരികയും പാസ്സായിരുന്ന റിസൾട്ട് വരികയും ചെയ്തു. റിപ്പബ്ലിക് പോളിടെക്നിക് ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കാൻ വേണ്ടി കോഴ്സിന് നോട്ടിഫിക്കേഷൻ വന്നു. അതേപോലെ തന്നെ മാർച്ച് 7-ാം തീയതി തന്നെ എൻ്റെ ഉടമ്പടി പുതുക്കിയത് തീരുകയും ചെയ്തു. അതേപോലെ തന്നെ 2019 അമ്മ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് നല്ലൊരു വീട് ലഭിക്കുകയും അതിനുശേഷം ഞാൻ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് വിദേശ രാജ്യത്ത് പോയി പഠിക്കാൻ വലിയൊരു അവസരം തന്നെ മാതാവ് ഒരുക്കി തന്നു. ഇപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വൃദ്ധസദനത്തിൽ മുതിർന്ന വയസ്സിൽ നിന്നവരുടെ അടുത്ത് പോയി കേക്ക് മുറിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. പേപ്പറുകൾ എല്ലാവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയും അതേപോലെ തന്നെ അൽത്തര കയറാനും ശുശ്രൂഷ ചെയ്യുവാനും എനിക്ക് സാധിച്ചു. മാതാവിന് 1000 നന്ദി. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും എനിക്ക് സാധിച്ചു ഉടമ്പടിന് ശേഷം. അതുപോലെ എല്ലാ 2 ആഴ്ച കൂടുമ്പം കുമ്പസാരത്തിൽ മുടക്കം വരുത്താണ്ട് തന്നെ ജീവിക്കാൻ എനിക്ക് ഇതുവരെ എനിക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് ആർക്കും എക്സാം എഴുതിയിട്ട് കിട്ടിയില്ലായിരുന്നു. എനിക്കായിരുന്നു ഈ പ്രാവശ്യം കിട്ടി. അത് ഇൻ്റർനാഷണൽ ലെവലിൽ. അതെനിക്കെന്ന് പറയുമ്പം 30 മാർക്കിന് എടുത്ത് എഴുതിയിട്ട് പോലും ഇല്ലായിരുന്നു. ഇങ്ങനെ കിട്ടാൻ എനിക്ക് ഒരു ചാൻസും ഇല്ലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഒറ്റ കൃപയാൽ എനിക്ക് ഈ എക്സാം പാസ്സാവാനും അതുപോലെ തന്നെ ഏപ്രിൽ 6-ാം തീയതി സിംഗപ്പൂരിലേക്ക് പോകാൻ അവസരം മാതാവ് ഒരുക്കി തന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ, നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഷോയൽ സാബു തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ തനിക്ക് ചെറുപ്പം മുതൽ പുറത്തുപോയി പഠിക്കണമെന്നുള്ള ആഗ്രഹം, എന്നാൽ തനിക്കതിന് സാധിക്കാതെ വന്നു. പിന്നീട് ഒരു ഇൻ്റർനാഷണൽ കോഴ്സ്, അതാണ് ഈ മകൻ പിന്നീട് തിരഞ്ഞെടുക്കുന്നത്. അതിന് ഇന്ത്യയിൽ നിന്ന് എത്ര പേർക്കാണ് സെലക്ഷൻ ഉള്ളത്? ഇപ്പം കേരളത്തിൽ നിന്ന് 3 പേരുടെ പേരാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം കേരളത്തിൽ മാത്രം. ഇന്ത്യ ലെവൽ കറക്റ്റ് അവർ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആർക്കും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു, റിപ്പബ്ലിക് പോളിടെക്നിക് എന്ന് പറയുന്ന കോളേജിൽ. ഇത്തവണ 3 പേർക്ക്, കേരളത്തിൽ നിന്നും 3 പേര്. കഴിഞ്ഞ വർഷം ആർക്കും തന്നെ സെലക്ഷൻ കിട്ടിയില്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ എന്നാണ് ഈ മകൻ പറയുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് തൻ്റെ ജീവിതത്തിൽ തനിക്കൊരിക്കലും സാധ്യമല്ല എന്ന് കരുതിയിരുന്ന ഒരു വിദേശ പഠനം. താനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന മകനാണ്. അപ്പോൾ ഇതൊന്നും തൻ്റെ പരിധിയിൽ പെടുന്നതല്ല.
എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉടമ്പടി എങ്ങനെയാണ് ഒരു വലിയ അതായത് തൻ്റെ ചുമലിൽ ഒരു വലിയ ഭാരം പോലെ തോന്നിയിരുന്നത് അത് ലൈറ്റ് വെയ്റ്റിംഗ് ആയിട്ട് ഉടമ്പടി എങ്ങനെ മാറ്റുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രം തനിക്ക് കിട്ടിയതായിട്ട് ഈ മകൻ ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്കോളർഷിപ്പോടെ പഠിക്കുവാനായിട്ട് അവസരം ലഭിച്ചു. അങ്ങനെ തൻ്റെ ജീവിതത്തെ പിന്നീട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇന്ന് എത്രമാത്രം തനിക്ക് കൂദാശ ജീവിതത്തിലൊക്കെ ഇമ്പോർട്ടൻസ് താൻ കൊടുക്കുന്നു. അതുപോലെ തൻ്റെ എക്സാം താൻ എത്രമാത്രം അറ്റൻഡ് ചെയ്തു. 100 മാർക്കിൻ്റെ എക്സാമിൽ 30 മാർക്ക് താൻ അറ്റൻഡ് ചെയ്തിട്ടേയില്ല, തനിക്കതിന് കഴിഞ്ഞില്ല എന്നാണ് പറയുക. എന്നാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ തനിക്ക് കിട്ടിയ ഒരു വലിയ കൃപയായിട്ട് ഈ മകൻ ഇത് കാണുകയാണ്. വീണ്ടും തൻ്റെ കുടുംബത്തിന് വീടിൻ്റെ കാര്യവും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒത്തിരിയേറെ തടസ്സങ്ങളായിട്ട് കിടന്നത് തങ്ങൾക്ക് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഏറ്റവും സ്പീഡപ്പായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നടത്തുവാൻ കഴിഞ്ഞത്. നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന തിരുവചനം അന്വർത്ഥമാകും വിധം തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾക്ക് ഈ മകൻ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.